വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മളിന്നുള്ളത് മിനിയൂട്ടിയിലെ മിസ്റ്റി ലാൻഡ് എന്നുള്ള പാർക്കിലാണ്. അപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും ഇപ്പോൾ പുതുതായിട്ട് നീളത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മിനിയൂട്ടി തന്നെ ഒത്തിരി പാർക്കും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വന്നത് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മിസ്റ്റി ലാൻഡിലാണുള്ളത്. ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ പെറ്റ്സിൻ്റെ പാർക്കിലേക്ക് ജസ്റ്റ് പോയി നോക്കുകയാണ്. നമ്മളിവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി കുട്ടികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റിയ പെറ്റ്സ് പാർക്ക് ഉണ്ടല്ലോ. ഈ ഒരു മിസ്റ്റി ലാൻഡിൻ്റെ ഏറ്റവും എൻഡിൽ തന്നെയാണ് ഈ ഒരു പെറ്റ്സ് പാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ വ്ളോഗേഴ്സും ഒക്കെ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അവരുടെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർ നമ്മളെ അടുത്തൊക്കെ വന്നിരുന്ന് നമ്മളെ തലയുടെ മേലെയും നമ്മളെ പുറത്തും ഒക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത്തരത്തിൽ 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തേക്ക് പാറിപ്പോകാതിരിക്കുകയാണ് അത്രയും സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാം കേട്ടോ. ഇത് മെക്കാവു അല്ല, മെക്കാവിൻ്റെ ഒരു ചെറിയ രൂപം, ഒരു വേറൊരു ടൈപ്പ് തത്താന്ന് വേണേൽ പറയാം. ഓക്കെ, ഏതായാലും നല്ല രസമാണ് കാണാനായിട്ട്. പല കളറുകളിലായിട്ട് ഉണ്ട്. ഏതായാലും ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ആദ്യം തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് തീറ്റ തന്നു. അവർക്ക് കൊടുക്കുന്ന ആ ഒരു തീറ്റ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വരുമോ നോക്കി, പക്ഷേ വന്നില്ല. പിന്നെ കുറച്ചും കൂടി അടുത്തേക്ക് പിടിച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആണ് വന്നത് കേട്ടോ. കണ്ടില്ലേ, കയ്യിലേക്ക് ഒന്ന് വന്ന് പിന്നെ ഒന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ വരൽ തുടങ്ങി. ഏതായാലും നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. ഞാൻ ആ കയ്യിൽ പിടിച്ച തീറ്റ അങ്ങനെ കൊത്തി തിന്നുന്നുണ്ട്. ഒന്നതുപോലെ നമ്മളെ തോളിൻ്റെ മുകളിൽ വന്നിരുന്നുണ്ട് കേട്ടോ. സംഗതി രസമാണ്. നമ്മളെ ചുറ്റുഭാഗത്തായിട്ട് പക്ഷികളിങ്ങനെ പറന്ന് കളിക്കാതിരിക്കാൻ. അപ്പോൾ നല്ല രസമാണ്. അവരിങ്ങനെ നമ്മളെ അടുത്തേക്ക് പറന്ന് വന്നിരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ ജസ്റ്റ് സെൽഫി ക്യാമറയിൽ എടുത്താട്ടോ ഈ വീഡിയോ. ഓക്കെ, ഇനി അയാൾ തലയിലൊന്ന് വെച്ചിരുന്നുണ്ട്. അപ്പോൾ തലയിൽ ഇതാവുന്ന ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ നഖം കുറച്ച് കൂർത്ത നഖമായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ മേത്ത് തട്ടുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല രസമാണ് ഈ കിളികളിങ്ങനെ പുറത്തിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ്. ഇനി ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് കയറി ചെല്ലുമ്പോഴുള്ള ഭാഗത്താണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ മെക്കാവ് വരുന്നുണ്ട്. മെക്കാവ് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ തോളിലൊക്കെ അവർ വെച്ച് തരും. നമ്മുടെ തോളിലിരിക്കുന്ന ആളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. മുടിയും ചെവിയൊക്കെ ഇങ്ങനെ കുത്തി വലിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുന്നത്തെ ഞാനൊരു വ്ളോഗിൽ കുറച്ച് മുന്നെയാണ് മിസ്റ്റി ലാൻഡ് ഒക്കെ വരുന്നതിന് മുന്നേ പെറ്റ്സ് പാർക്ക് ഉണ്ടായിരുന്നു. അതായത് മിനിയൂട്ടിയിൽ നമ്മൾ ഫസ്റ്റായിട്ട് എത്തുന്ന ആ ഒരു ജംഗ്ഷനിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെറ്റ്സ് പാർക്കിൽ ഇതുപോലെ ഞാൻ ഈ ഒരു പക്ഷിയൊക്കെ ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിയ മെക്കാവോ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ തോളിൽ ഇങ്ങനെ ഇരുന്ന് വെക്കുന്ന സമയത്ത് ഇത് ഒന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ മുഖത്തത്തെ ഒരു പിമ്പിള് കടിച്ച് പറിച്ച്, അന്ന് ചോരൊക്കെ വന്നിരുന്നത്. അന്ന് ചെറുതായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിരുന്നത്, അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അന്നത്തെ ചെറിയൊരു പേടിയുമുണ്ട്. ഏതായാലും ഞാൻ അവിടുന്ന് ഇറങ്ങി. ഓക്കെ, അത് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണാം. പല വിധത്തിലുള്ള പക്ഷികളുണ്ട്, പല വെറൈറ്റീസ് ആയിട്ടുള്ള. ഓക്കെ, ഈ കോഴികളെ കണ്ടില്ലേ, കാലിലൊക്കെ ഒരു തൊപ്പി പോലെ ഒരു തുങ്ങൽ വന്നിട്ടുള്ളൊരു കോഴി. പിന്നെ ടർക്കീസാണ്. ടർക്കി എന്ന് അവിടെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ടർക്കീസ് കേട്ടോ, ടർക്കി കോഴികളാണ്. പിന്നെ മറ്റൊരു വെറൈറ്റി ഓസ്ട്രേലിയൻ ഫീസാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസിയേഷൻ എന്ന് കറക്റ്റ് അറിയില്ല. ഓസ്ട്രേലിയൻ ഫീസാൻഡ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ്. അതൊരു വെറൈറ്റി കാട്ടുകോഴിയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വേറെ ടൈപ്പ് കോഴി. ഞാൻ തട്ടി കൊടുത്തിട്ടൊന്നും അവിടെ അനങ്ങുന്നില്ല കേട്ടോ. ഈ അരുവിലിങ്ങനെ വന്നിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒട്ടകപ്പക്ഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ആയിട്ട് മെക്കാവ് ഉള്ളിലുണ്ട്. മെക്കാവിൻ്റെ ആ ഒരു സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവർ ശരിക്കും നമ്മുടെ തോളിലൊക്കെ വെച്ച് തരും. പക്ഷേ നമുക്ക് പേടി കേട്ടോ, കാരണം നല്ല സൈസ് വരുന്നുണ്ട് ഈ ഒരു മെക്കാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മത്തിൽ നിന്നൊക്കെ പാറിപ്പോയാലും മുറിയാവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ചെറിയ എലിക്കുട്ടികൾ, അതുപോലെ തന്നെ മുള്ളമ്മന്നിയുടെ കുട്ടികൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫിഷ് മസാജ്. നമ്മളെ കൈ കൊണ്ട് വെച്ച് കൊടുത്താൽ ഇതുപോലെ നല്ലോണം മസാജ് ചെയ്ത് തരും. പക്ഷേ അവിടെ ഉള്ളവർക്കൊക്കെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പേടിയാണ് കേട്ടോ. ചിലർ പറയും ഇത് കടിക്കുമോ എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാനും കൈയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നിന്നു.
അപ്പോൾ അവർ ആദ്യമായിട്ട് നമ്മളെ കയ്യിൽ തീറ്റ തരും. അപ്പോൾ ആ തീറ്റ നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് കൈയും വരാം. അല്ലെങ്കിൽ നമ്മൾ കൈ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരും അവർ. പല വെറൈറ്റി കളറുകളിലായിട്ടുള്ള മീൻ കേട്ടോ, നല്ല രസമാണ് കാണാൻ. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് അതിങ്ങനെ കൂട്ടത്തോടെ വരികയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി മീനുകൾ, ചെറിയ പല കളറുകളിലായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഏതായാലും സംഗതി കൊള്ളാം, ഈ ഒരു മസാജ് ചെയ്യുന്ന രീതി. ആ കൈ ഉള്ളിലേക്കാണ് വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ഒരു സുഖം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ രീതിയിലാണ് അത് കൂട്ടത്തോടെ വന്നിങ്ങനെ കയറുകയാണ്, ഇതുവരെ തിന്നാൻ തീറ്റ കിട്ടാത്ത പോലത്തെ ഉള്ള ആ രീതിയിൽ. ആ ഭാഗം കഴിഞ്ഞു നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ ഭാഗത്തേക്ക് വന്നു. ഇതാണ് ഒട്ടകപ്പക്ഷി. അതിന് കുറച്ച് അപ്പുറത്തായിട്ട് യമുണ്ട്. ഇതിനാട്ടി കുറച്ച് ചെറിയ ഇതിനാണ് നമ്മൾ യമു എന്ന് പറയാം. ഒട്ടകപ്പക്ഷി ഏകദേശം ഇത്ര ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ നല്ല കഴുത്തൊക്കെ നല്ല നീളത്തിലുള്ള കഴുത്തായിരിക്കും. അത് നോക്കുന്ന കണ്ടില്ലേ, ഈ രീതിയിലായിരുന്നു കേട്ടോ ഒട്ടകപ്പക്ഷി. അതിൻ്റെ മുട്ടയൊക്കെ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ അടിച്ചൊക്കെ കാണാൻ കഴിയും. അത്രയും വലിയ മുട്ടയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒട്ടകപ്പക്ഷിക്ക് വരിക. അത് കഴിഞ്ഞാൽ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഇഗ്വാന ഉണ്ട് കേട്ടോ. അത് ആളൊരു കൂസലും ഇല്ലാതെ ഒരു മരക്കൊമ്പിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലേക്കൊക്കെ അവർ വെച്ച് തരും കേട്ടോ. കാരണം ഓരോരോ പെറ്റ്സിൻ്റെ കൂടെയും ഓരോരോ ആളുകളുണ്ട്. അപ്പോൾ അവരാണ് ഇതിനെ നമ്മൾ നോക്കുന്നതൊക്കെ. അപ്പോൾ അവർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ വെച്ച് തരും. അപ്പോൾ എനിക്കൊന്നും മിനിയൂട്ടി തന്നെ ഒരുപാട് ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ 3 ടൈപ്പ് ഗ്ലാസ് ബ്രിഡ്ജായി. ഒന്ന് നീളം കുറവുള്ളത്, 2 നീളം കൂടിയത്. ഈ ഒരു ഒട്ടപ്പക്ഷിയെ കണ്ട് ഇറങ്ങിയ ആ ഒരു സമയത്ത് തന്നെ സൈഡിലായിട്ട് അതിൻ്റെ യമു ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു രീതിയിലുള്ള ഇതിനാണ് നമ്മൾ യമു എന്ന് പറയുക കേട്ടോ. ഒട്ടപ്പക്ഷിനെക്കാട്ടും കുറച്ച് താഴെയുള്ള കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇനി കാണുന്നത് പുങ്കന്നൂർ കാള. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏഷ്യയിലെ പൊക്കം കുറഞ്ഞ തനത് നാടൻ കാള എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രേ പൊക്കം ഉണ്ടാവുള്ളൂ ഈ ഒരു കാള. സൈസ് വളരെ ചെറുതാട്ടോ. ഒരുപാട് വെറൈറ്റി പെറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് ഇനിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഏതായാലും നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു മെക്കാവിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയേക്കാം. ഒരു മെക്കാവ് മാത്രം ഉണ്ട് അവിടെ, ഒരു വലിയൊരു മെക്കാവ്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടേക്ക് വന്നാൽ തന്നെ ഒത്തിരി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെ കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മെക്കാവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ആകെ ഒറ്റൊരു മെക്കാവ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു മെക്കാവാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുള്ളൂ, കയ്യിൽ വെക്കുന്നില്ല കേട്ടോ. കാരണം അവിടെ അതിൻ്റെ അടുത്തൊരാളുണ്ട്, ആൾ ചോദിച്ചിരുന്നു കയ്യിൽ വെച്ച് തരണമെന്നുള്ളതൊക്കെ. ചെറിയൊരു പേടിയുണ്ട്, നമ്മളത് വെച്ചിട്ടില്ല. ഏതായാലും നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇങ്ങനെ ഒരു കമ്പിയുടെ ഉള്ളിലായിട്ടാണ് 2 ഡോറ് വെച്ചിട്ടാണ് അവർ അതിനുള്ളിൽ ഇരിക്കുന്നത്. കാരണം അത് പാറിപ്പോകുന്നുള്ള രീതിയിൽ അത്രയും സുരക്ഷിതമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഒട്ടകമുണ്ട്. ഒട്ടകത്തിൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു നേരെ പോയാൽ ഒട്ടകം കൊണ്ടുള്ള റൈഡുണ്ട്. അപ്പുറത്തായിട്ട് കുതിരയുണ്ട്, കുതിരയുടെ പുറത്തും സവാരി ചെയ്യും. ഏകദേശം ഇത്രയും സംഭവങ്ങളാണ് മിസ്റ്റ് ലാൻഡിലെ പെറ്റ്സ് പാർക്കിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മിനിയൂട്ടിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു മിസ്റ്റ് ലാൻഡ് മാത്രമല്ല, ഒരുപാട് പാർക്കുകളും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്കുള്ള വഴി മാത്രമാണ് മോശമായിട്ടുള്ളത്. ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ, മിനിയൂട്ടിയിലെ ആ റോഡും കാര്യങ്ങളൊക്കെ വളരെയധികം മോശമാണ്. പിന്നെ എപ്പോഴും ലോറിയും കാര്യങ്ങളൊക്കെ വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന ആയതുകൊണ്ട് തന്നെ എപ്പോഴും കുണ്ടും കുഴിയായിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്ന ഭാഗം കേട്ടോ. വലിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്, അപ്പുറത്തായിട്ട് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. രണ്ടിലേക്കും ചെറിയ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് 50 രൂപ, വലിയതിലേക്ക് 200 രൂപ, അങ്ങനെയായിട്ട് വ്യത്യാസമുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ. ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ട് മിനിയൂട്ടി പോവാത്തവരാണെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. ഇന്ന് മിനിയൂട്ടി പോയവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കൂടി എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.